ത്രികാലജ്ഞാനിൽ നിന്നുള്ള ത്രികാലജ്ഞാനമായ അദ്ദിഖർ, ഖുർആനിന്റെ ആത്മാവ് മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗ്രന്ഥം. അതിന്റെ ശരീരം വിവിധ ഭാഷകളിലാണെങ്കിൽ അതിന്റെ ആത്മാവ് ഒന്നുതന്നെയാണ്. ക്രോഡീകരിക്കുന്നതിനു മുമ്പോ ക്രോഡീകരിച്ച ശേഷമോ മിഥ്യ കടന്നുകൂടാത്ത അജയ്യമായ ഗ്രന്ഥമാണ് ഖുർആനിന്റെ ആത്മാവ്. ആണായിരിക്കട്ടെ പെണ്ണായിരിക്കട്ടെ, എഴുത്തും വായനയും അറിയുന്ന ഏതൊരാൾക്കും വിശ്വാസിയാകാനുള്ള അല്ലാഹുവിന്റെ സമ്മതപത്രമായ ഖുർആനിന്റെ ആശയം കൊണ്ടല്ലാതെ വിശ്വാസിയാകാനോ അതിനെ ടിക്കറ്റായി ഉപയോഗപ്പെടുത്താതെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനോ സാധ്യമല്ല. ഗ്രന്ഥം വന്നുകിട്ടിയവരിൽ നിന്ന് എല്ലാ 1000-ലും 1 മാത്രമാണ് വിശ്വാസിയായ അല്ലാഹുവിന്റെ വീടായ സ്വർഗത്തിലേക്കുള്ളത്. ബാക്കി 999 അവരുടെ ജിന്നുകൂട്ടുകാരും കാഫിറായ പിശാചിനെ സേവിക്കുന്നവരും അവന്റെ വീടായ നരകത്തിൽ ചേക്കേറുന്നവരുമാണ്. ഈ അനുപാതം നീചവും ക്ലിപ്തവും അറിയപ്പെടുന്നതുമാണ്. പ്രവാചകനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യരിൽ നിന്ന് ഏതൊരാൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ഖുർആനിന്റെ ആശയം ഉപയോഗപ്പെടുത്തി സ്വർഗത്തിലേക്കുള്ള 1000-ൽ 1 ആകാവുന്നതാണ്. ആത്മാവിന്റെ ഭക്ഷണവും വസ്ത്രവും ദൃഷ്ടിയുമായ ഖുർആനിന്റെ ആശയം കൊണ്ട് ജിന്നുകൂട്ടുകാരനെ വിശ്വാസിയാകാതെ ഒരാൾക്കും വിശ്വാസിയാകാനോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ സാധ്യമാവുകയില്ല. നിഷ്പക്ഷവാനായ സ്രഷ്ടാവ് സ്വർഗത്തിൽ വെച്ചുതന്നെ ഓരോ ആത്മാവിനും ഖുർആനിന്റെ ആശയം പഠിപ്പിച്ചിട്ടുണ്ടെന്നിരിക്കെ അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനമായി അത് വന്നുകിട്ടിയിട്ട് മൂടിവെക്കുന്നവരും അതിനെ ഉപയോഗപ്പെടുത്താതെ തള്ളിപ്പറയുന്നവരുമാണ് മനുഷ്യരിൽ നിന്നുള്ള നരകത്തിൽ